ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ജനുവരി 15. ഇന്നേ ദിവസം ഇറാനിലെ ടെഹ്റാനിൽ സ്വാതന്ത്ര്യത്തിനായി സമരം ചെയ്ത ഒരു യുവാവിനെ, 26 വയസ്സ് മാത്രമുള്ള ഇർഫാൻ എന്ന യുവാവിനെ ഭരണകൂടം തൂക്കിലേറ്റുകയാണ്. അമേരിക്കയുടെ ശക്തമായ മുന്നറിയിപ്പ് ഉണ്ടെങ്കിൽ പോലും ആ തൂക്കിലേറ്റം നടക്കപ്പെടാനാണ് സാധ്യത. അങ്ങനെ ഒരു ഭരണ സംവിധാനമാണ് അവിടെയുള്ളത്, നമ്മുടെ ആയത്തുള്ള ഖൊമേനിയുടെ ഭരണം. പക്ഷെ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ വിപ്ലവകാരികളെ, സമരാനുകൂലികളെ ഇളക്കി വിട്ടത്, അവർക്ക് പ്രചോദനം നൽകിയത് അമേരിക്കയാണ്. അമേരിക്ക രക്ഷിക്കാനായി തോന്നുന്ന ഏക പ്രതീക്ഷയാണ് അവർക്കുള്ളത്. ഇതിനോടകം ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. അമേരിക്കയ്ക്ക് എപ്പോഴും അവരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കേണ്ടതുള്ളൂ. ഇറാനിലെ കൊല്ലപ്പെടുന്ന ആളുകളെ പറ്റി അവർക്ക് യാതൊരു ബോധ്യവുമില്ല. അതവരുടെ വിഷയമല്ല. അതിനുവേണ്ടി ഏതൊരു വിഘടനവാദിയും അവർ സപ്പോർട്ട് ചെയ്യും, ആയുധവും പണവും കൊടുക്കും, അവർക്ക് ഉപകാരപ്പെടുമെങ്കിൽ മാത്രം. നമ്മൾ ഓർക്കണം, അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു ബിൻ ലാദനെ പോലും ഒരു കാലത്ത് അവർ സപ്പോർട്ട് ചെയ്തിരുന്നു. ബിൻ ലാദനെ വളർത്തിക്കൊണ്ടുവന്ന അമേരിക്ക തന്നെയാണ് റഷ്യക്കെതിരെ. പക്ഷേ തങ്ങൾക്കെതിരെ തിരിയുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. സാഹചര്യങ്ങൾ മാറിയപ്പോ അയാൾ വലിയ തീവ്രവാദിയായി എന്ന് പറയുന്ന പോലെ ഇറാനിലെ ഈ സമരത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അമേരിക്ക തന്നെയാണ്, ഒരു സംശയവുമില്ല. പക്ഷേ ഇറാനിലെ സാധാരണക്കാരന്റെ കാര്യം ആലോചിച്ച് നോക്കൂ, യാതൊരു സ്വാതന്ത്ര്യവുമില്ല. ഈ വിപ്ലവത്തിനെല്ലാം അടിസ്ഥാനപരമായ കാരണം എന്ന് പറയുന്നത് അവർക്ക് ഇന്റർനെറ്റ് ലഭ്യമായിരുന്നു എന്നുള്ളതാണ്. അതും അമേരിക്കയല്ല കൊടുത്തത്. അമേരിക്കയിലെ വൻ സമ്പന്നൻ എലോൺ മസ്ക്, അയാളെ പ്രൊവൈഡ് ചെയ്തത്. മസ്കിന്റെ സ്റ്റാർലിങ്ക് ആണ് അവിടെ ഡിഷുകൾ സ്ഥാപിച്ചത്. പക്ഷെ നിലവിൽ ഇന്റർനെറ്റ് എല്ലാം കെട്ടിയിരിക്കുകയാണ്. പക്ഷേ ഇന്റർനെറ്റ് കാണുന്ന ഒരു മനുഷ്യന് ആധുനിക ലോകത്തെ പറ്റി, മറ്റുള്ളവർ ജീവിക്കുന്നതിനെ പറ്റിയൊക്കെ ഒരു ഐഡിയ ഉണ്ടാവും. അപ്പൊ അവർക്കും അങ്ങനെ ഒരു മാറ്റം ആവശ്യമാണെന്ന് തോന്നിയാൽ, അതിനായി പരിശ്രമിച്ചാൽ തെറ്റു പറയാൻ പറ്റുമോ? നിങ്ങൾ ഓർക്കുക, കഴിഞ്ഞ വർഷം ഇറാൻ ഭരണകൂടം ഒരു പെൺകുട്ടിയെ വെടിവെച്ച് കൊന്നത് തട്ടമിട്ടു എന്നതിന്റെ പേരില്ല. തട്ടമിടാതെ പുറത്തിറങ്ങാൻ പാടില്ല, വലിയ നിയമമാണ്. തട്ടമിടുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത്, തെറ്റെന്ന് പറയുന്നത്, അപരാധം എന്ന് പറയുന്നത്. എന്തൊരു രാഷ്ട്രമാണ്, എന്തൊരു ലോകമാണത്. ഇറാനിലെ സ്ഥിതി ആണെങ്കിൽ അഫ്ഗാനിസ്ഥാനിലേക്ക് നോക്ക്, ഇതിനൊക്കെ കഷ്ടമാണ്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്ക പിൻവാങ്ങാൻ കാരണം ഒരു ദരിദ്ര രാഷ്ട്രമായത് കൊണ്ടാണ്. വെനിസ്വേലയെ ആക്രമിക്കാൻ കാരണം മറ്റൊന്നുമല്ല, എണ്ണ സമ്പന്നമാണ്, സ്വർണ്ണ സമ്പന്നമാണ്. പക്ഷെ അഫ്ഗാനിസ്ഥാൻ അങ്ങനെയല്ല. അവിടെ സ്വർണവും ഇല്ല, എണ്ണയില്ല, പൈസയില്ല. പിന്നെ എന്തിനാ അവിടെ നിൽക്കുന്നത്? അവർ ജീവനം കൊണ്ട് ഓടുക ചെയ്തത്. ഇപ്പൊ പൂർണ്ണമായിട്ടും തീവ്രവാദികളുടെ കയ്യിലാണ്. ഈ അടുത്ത കാലത്ത് അവിടുത്തെ ഒരു മുസ്ലിം പുരോഹിതൻ ഒരു വിവാഹത്തിനായിട്ട് അപേക്ഷ സമർപ്പിച്ചു. പെൺകുട്ടിക്ക് 6 വയസ്സ്. 6 വയസ്സ്. ശൈശവ വിവാഹമൊന്നുമല്ല, നേരെ വിവാഹം കഴിക്കുക. മതപണ്ഡിതന്മാർ പറഞ്ഞു, പാടില്ല പാടില്ല, 6 വയസ്സല്ലേ ഉള്ളൂ, നിങ്ങൾ 3 വർഷം കൂടി വെയിറ്റ് ചെയ്യുക. 9 വയസ്സാകുമ്പോ ഇതേ പെൺകുട്ടിയെ നിങ്ങൾക്ക് തന്നെ വിവാഹം കഴിക്കാം. 9 വയസ്സാകുന്ന ഒരു പെൺകുട്ടിയെ ഒരു വയസ്സിന് പുരോഹിതന് കെട്ടിച്ചു കൊടുക്കുക. ആ കൊച്ചിന്റെ അവസ്ഥ എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതാണ് ഇത്തരം മുസ്ലിം രാഷ്ട്രങ്ങളിലേക്ക് അവസ്ഥ. അവിടെ ജനാധിപത്യമില്ല, എതിർത്താൽ വെടിവെച്ചു കൊല്ലും. അതേ അവസ്ഥയാണ് ഒരു പറഞ്ഞ ഇറാനിൽ. അവർ സ്വാതന്ത്ര്യത്തിനായി ആഗ്രഹിച്ചാൽ തെറ്റു പറയാൻ പറ്റുമോ? അവരെ സപ്പോർട്ട് ചെയ്യാൻ ആരാ ഉള്ളത്? ആരുമില്ല. സപ്പോർട്ട് ചെയ്യേണ്ടിയിരുന്നത്, പിന്നിലുണ്ടായിരുന്നത് റഷ്യയും ചൈനയും ഒക്കെയാണ്. പക്ഷേ റഷ്യക്ക് സ്വന്തം കാലിലെ മന്ത് മാറ്റിയിട്ടല്ലേ വേറെ സഹായിക്കാൻ പറ്റുന്നത്. ഉക്രൈൻ യുദ്ധം തുടരുന്നിടത്തോളം കാലം റഷ്യ എപ്പോഴും പിന്നോക്കാവസ്ഥയിലാണ്. അമേരിക്കയുടെ ശക്തിയും അത് തന്നെയാണ്. ഉക്രൈൻ യുദ്ധം അവസാനിക്കണം അമേരിക്ക ആഗ്രഹിക്കുന്നില്ല. പുറമേ പറയും സമാധാനത്തിന് ശ്രമിക്കുന്നു, നോബൽ പ്രൈസ് വേണം സമാധാനത്തിന്, വെറും തട്ടിപ്പാ. ഉക്രൈൻ യുദ്ധം തുടരേണ്ടത്, റഷ്യ ബലഹീനമായി നിൽക്കേണ്ടത് അമേരിക്കൻ താല്പര്യങ്ങൾക്ക് ആവശ്യമാണ്. കോൾഡ് വാറിന്റെ കാലം കഴിഞ്ഞു. ഇപ്പോ ലോക പോലീസ് അമേരിക്ക, അവർ നിശ്ചയിക്കും കാര്യങ്ങൾ. ബാക്കി രാഷ്ട്രങ്ങളൊക്കെ വെറും നോക്കുകുത്തികൾ മാത്രം, ഇന്ത്യ ഉൾപ്പെടെ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ആരോട് പറയാനാ? ഒരു കാര്യമില്ല. താങ്ക് യു.